ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ അപേക്ഷ നൽകി കാർഡിനായി കാത്തിരിക്കുന്നത് 150ഓളം കച്ചവടക്കാർ. തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇവർക്ക് കാർഡ് അനുവദിക്കണമെന്ന വഴിയോര കച്ചവട യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV സന്തോഷ്. കണ്ണിയമ്പുറം പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെ നിരവധി വഴിയോര കച്ചവടക്കാരെ കാണാം. റോഡിനോട് ചേർന്ന നടപ്പാതകളിലും മറ്റും ഇവരുടെ വാഹനങ്ങൾ ഇടം പിടിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിൽ പലരും നഗരസഭയുടെ കാർഡുള്ളവരല്ല. നഗരസഭ ഇതുവരെ 220ഓളം പേർക്ക് കാർഡ് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഡിനായി അപേക്ഷിച്ചവരുടെ അപേക്ഷകൾക്ക് ഇതുവരെ ഫലമുണ്ടായില്ല. 150ഓളം കച്ചവടക്കാർ ഇത്തരത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പെടുത്താൽ പിന്നെ വീണ്ടും ഇവർ കാത്തിരിക്കണം. അതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇവർക്ക് നഗരസഭ കാർഡ് അനുവദിച്ചു നൽകണമെന്ന വഴിയോര കച്ചവട യൂണിയൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV സന്തോഷ് ACV ന്യൂസിനോട് പറഞ്ഞു. ഏകദേശം 240ഓളം ആളുകളാണ് കഴിഞ്ഞ തവണ നമ്മൾ ഒറ്റപ്പാലം നഗരസഭ കാർഡ് അനുവദിച്ചു കൊടുത്തത്. അവർക്ക് ലോൺ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ കുറേ ആളുകൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. ഏകദേശം 150ഓളം ആളുകൾ പുതിയ അപേക്ഷ കൊടുത്ത് കാർഡിന് കാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട്. ആ കാർഡിന് അപേക്ഷ കൊടുത്ത് 2 വർഷമായിട്ടും അവർക്ക് കാർഡ് നൽകിയിട്ടില്ല. പലപ്പോഴും കമ്മിറ്റി കൂടുകയും അത് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യൂണിയനോട് ആവശ്യപ്പെട്ട നിലയ്ക്ക് നമ്മൾ ജനുവിലായിട്ടുള്ള കേസുകളാണെന്ന് പരിശോധന നടത്തി അതിൻ്റെ റിപ്പോർട്ട് നഗരസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അത് ഉദ്യോഗസ്ഥന്മാരെ ഹെൽത്ത് വിഭാഗം പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നീട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഏകദേശം ഒക്ടോബറോടുകൂടി തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് കാർഡ് അനുവദിക്കാൻ കഴിയില്ല, കാർഡ് ക്യാൻസൽ ആകുന്നൊരവസ്ഥയില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ യൂണിയന്റെ ആവശ്യപ്രകാരം അവർക്ക് കാർഡ് നൽകാനുള്ള സൗകര്യം ചെയ്തു നൽകണം. നഗരത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട റോഡരികിൽ നിന്നും ഒഴിപ്പിക്കുന്ന വഴിയോര കച്ചവടക്കാരെയും ഒരു സ്ഥലം കണ്ടെത്തി സംരക്ഷിക്കാൻ നഗരസഭ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം കണ്ണിയമ്പുറം പാലം തൊട്ട് നമ്മുടെ കിഴക്കേ പാലം വരെയുള്ള വളരെ ചുരുക്കം കച്ചവടക്കാർ മാത്രമാണ് ഇപ്പോൾ ടൗൺ കേന്ദ്രീകരിച്ച് കച്ചവടം ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ബാക്കിയുള്ളവർ മുഴുവൻ പുറത്ത് നമ്മുടെ പാലപ്പുറം അതേപോലെ കണ്ണിയമ്പുറം സിവിൽ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ വരവോട് സൈഡിലുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈവേ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കച്ചവടക്കാരെയും നീക്കി കൊടുക്കുന്ന ഒരവസ്ഥ. വികസനം വരുമ്പോൾ അതിനനുസരിച്ചുള്ള സഹകരണം യൂണിയന്റെ ഭാഗത്തുനിന്നും തൊഴിലാളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇപ്പോൾ ചെർപ്പളശ്ശേരി റൂട്ടിലുള്ള കച്ചവടങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പണി പൂർത്തീകരിച്ചതിന് ശേഷം എവിടെയാണോ ഉചിതമായ സ്ഥലം അവിടെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ അടിയന്തരമായി കാർഡ് നൽകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെയാണ് പുതിയ ആളുകളെ കണ്ടെത്തിയിട്ടുള്ള പുതിയ ആളുകൾക്ക് കൊടുക്കണം. പഴയ ആളുകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള ആവശ്യം നഗരസഭ ഉടനടി നടപ്പിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് വികസന പ്രവർത്തനത്തിനും നമ്മളെ യൂണിയൻ ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികൾ തടസ്സമായി നിൽക്കില്ല. തൽക്കാലം ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നിർവഹിക്കണം എന്നാണ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ഒറ്റപ്പാലം നഗരഹൃദയത്തിൽ വഴിയോര കച്ചവടം വർദ്ധിക്കുന്നതായി കഴിഞ്ഞ ദിവസം ACV ന്യൂസ് നൽകിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു KV സന്തോഷ്.